ഇവൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. അമ്മാവനെ കാണുമെന്നും പറഞ്ഞ ഭയങ്കര കരച്ചിലായിരുന്നു. ഇങ്ങനെയായാ ഞാൻ വിഷമിക്കും. നോക്കിയപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. ഒന്നുകിൽ ഞങ്ങൾ ഇവിടെ താമസിക്കുക, അല്ലെങ്കിൽ അമ്മാവൻ ഞങ്ങളിവിടെ അങ്ങോട്ട് വരിക. അത് പറഞ്ഞാ പറ്റില്ല. ഇവൾക്ക് വേണ്ടി ഇത്രയും കാലം അമ്മാവൻ അധ്വാനിച്ചില്ലേ, മതി. ഇനി അല്പം വിശ്രമിക്കും. അമ്മാവൻ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരണം. ഒന്നും ആലോചിക്കണ്ട അമ്മാവ, വേഗം ഒരുങ്ങിയാട്ടെ. അമ്മേ, വരൂ അമ്മാവ. ഓ, പെട്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് എഴുന്നള്ളിയോ? അമ്മേ, ഇതെന്റെ ഭാര്യയുടെ അമ്മാവനാണ്. എന്നാ കൊണ്ട് കയറ്റി എടുത്തിക്കോ സിംഹാസനത്തില്. സാരമില്ല അമ്മാവ, അമ്മ അങ്ങനെയാണ്. കുറച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കൊള്ളും. വരൂ. അച്ഛാ, വേണ്ട അമ്മാവ, ഇതെന്റെ കൂടെ വീടാണ്. അമ്മാവൻ എവിടെ താമസിക്കണമെന്ന് നിശ്ചയിക്കേണ്ടത് ഞങ്ങളാണ്. അമ്മാവാ, പോകരുത്. എനിക്ക് വേണ്ടിയെങ്കിലും. അമ്മാവൻ ഉറങ്ങിയോ? ഉറങ്ങിയോന്നറിഞ്ഞില്ല. ഞാൻ ചെന്ന് നോക്കിയപ്പോ കണ്ണു അടച്ചു കിടക്കുക. പാവം, അച്ഛനും അമ്മയും ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വല്ലാത്ത വിഷമം കാണും. എന്നെ മാത്രം ഓർത്തിട്ടാ ഇവിടെ താമസിക്കാൻ അമ്മാവൻ സമ്മതിച്ചത്. 2-3 ദിവസം കഴിയട്ടെ, അച്ഛനെയും അമ്മയും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. എനിക്കെന്തോ വല്ലാത്ത പേടി. എന്തിന്? അമ്മാവൻ വല്ലാത്ത വാശിക്കാരനാ. ആ വാശിക്കാരനെ കൊണ്ട് നമ്മുടെ വിവാഹത്തിന് നമ്മൾ സമ്മതിപ്പിച്ചില്ലേ? നമ്മളോ? ഞാൻ? ഓ, സമ്മതിച്ചു. സാർ മാത്രം. അമ്മ വരുന്നോ? അമ്മ ഒന്നും കഴിച്ചില്ലല്ലോ. അത് പറ്റില്ല. ഇതേ അമ്മാവനെ വിളിച്ചോണ്ട് പോകും. പറ്റേ? വരൂ അമ്മാവ, വല്ലതും കഴിക്കാം. ചേട്ടൻ പറഞ്ഞു കേട്ടില്ലേ? വരൂ. അതുപോരാ, ശരിക്ക് ഭക്ഷണം കഴിക്കാതിരുന്നാൽ ശരീരം ക്ഷീണിക്കും. ഓ, സൽക്കാരം തുടങ്ങിയോ? കസേരയൊക്കെ എത്തിയിട്ട് പൂയിക്കുന്നു. അടുക്കള പുറവശത്തങ്ങനെ നിർത്തി കൊടുത്താ പോരല്ലേ? കണ്ട കല്യാട്ട് കാരണം പൊട്ടനൊന്നും കയറിയിരുന്നു തിന്നാനുള്ള സ്ഥലമല്ലത്. ഗീതേ, ഗീതേ, നിനക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ. അമ്മാവനോടെ
അയ്യോ അമ്മാവൻ തട്ടുതട്ട കിടന്ന് ഉറങ്ങുന്നു. ഈ അമ്മയുടെ നാവ് വെറുതെ കിടക്കില്ലേ? ഇതേ അമ്മാവനോടെ അമ്മാവൻ പുറത്തിരിപ്പുണ്ട്. അമ്മാവൻ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? അകത്തേക്ക് വന്നൂടെ? അച്ഛനോ അമ്മയോ എന്തെങ്കിലും പറഞ്ഞോ? ഇത് അമ്മാവനുള്ള കുറച്ച് തുണികളാണ്. വരൂ, നമുക്ക് മുറിയിലേക്ക് പോവാം. മോഹൻ ഇവിടെയല്ലേ? ഞാൻ മോഹന്റെ ഒരു സ്നേഹിതനാണ്. ബോംബെയിലായിരുന്നു. വിവാഹത്തിന് വരാൻ കഴിഞ്ഞില്ല. വന്നപ്പോ അവനെ ഒന്ന് കണ്ടുപോകാമെന്ന് കരുതി. ആ, മോഹൻ എവിടെ? മോഹന്റെ ഭാര്യയുടെ അമ്മാവനാണല്ലേ? അവന് എനിക്ക് എല്ലാം എഴുതിയിരുന്നു. ഇരിക്കൂ, ഇരിക്കൂ. മോഹൻ വരാൻ താമസിക്കുമോ? 5 മണിയാകുമോ? എന്നാൽ ഞാൻ പിന്നെ വരാം. ഇത് അവന് കൊടുക്കണം. രാജനെപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. മോഹൻ വരാൻ താമസിക്കുമെന്ന് അറിഞ്ഞു. ഞാൻ വൈകുന്നേരം വരാം. ഇരിക്കൂ, കാ പിടിച്ചിട്ട് പോവാം. വേണ്ട, താങ്ക്സ്. വൈകുന്നേരം ആകാമല്ലോ. വരട്ടെ? അങ്ങനെ വരട്ടെ മാവ. നിനക്ക് നിന്റെ മുറിയിലിരുന്നാ പോരെ? ഇവിടെ എന്ത് കാര്യം? വിട്ടിവേഷം കെട്ടി ഓരോരുത്തരും എഴുന്നള്ളും. മനുഷ്യന് നാണം കെടുത്താൻ. മാന്യന്മാര് വരുന്ന വീടായത്. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞുകൂടണം. മനസ്സിലായി? മണിയുടെ കത്തുണ്ട്. അവൻ ഈ ആഴ്ച വരുന്നെന്ന്. എന്താ അവന് ചെക്കപ്പ് പോലും അടുത്തു? ഇനി തിരിച്ചു പോകുന്നില്ലെന്ന് എഴുതിയിരിക്കുന്നത്. ആ, നല്ലതാ. അവന് ഭാര്യ മക്കളൊന്നും ഇല്ലാത്തതല്ലേ? ഇനിയെങ്കിലും ഒരു കുടുംബജീവിതം തുടങ്ങാൻ പറയണം. അവൻ നേരെ ഇങ്ങോട്ടാണോ വരുന്നത്? അല്ല, തറവാട്ടിൽ പോയിട്ടേ ഇങ്ങോട്ട് വരത്തുള്ളൂ എന്ന്. എനിക്കതല്ല പേടി. ഈ ചെറുക്കന്റെ കാര്യമൊക്കെ എങ്ങനെയാ അവനോട് പറയുന്നത്? അറിയട്ടെ. പെങ്ങളുടെ പുന്നാരമോന്റെ ഗുണഗണങ്ങള് അമ്മാവന് മനസ്സിലാക്കട്ടെ. എത്രയെത്ര നല്ല ആലോചനകളാ വന്നുകൊണ്ടിരുന്നത്. പഠിപ്പും സൗന്ദര്യവുമുള്ള നല്ല ഒന്നാന്തരം പെൺകുട്ടികൾ. അവരുടെ വീട്ടുകാർ ചോദിക്കുന്ന സ്ത്രീധനവും തന്ന് പുറകെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ ഈ ദുർബുദ്ധി തോന്നിയത്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാന്. പണമില്ലെങ്കിൽ വേണ്ട, പോട്ടെ. ഒരു നല്ല കുടുംബത്തിലെ പെൺകുട്ടിയെങ്കിലും ആയിരിക്കണ്ടേ? നാണക്കേട് കൊണ്ടാടാ നിന്നെ ഇതൊക്കെ എഴുതി അറിയിക്കാതിരുന്നത്. നീ വരുന്നു എന്ന് കത്ത് കിട്ടിയത് മുതൽ ഞാനിരുന്ന് ആലോചിക്കുക, എങ്ങനെയാ ഇതൊക്കെ നിന്നോട് പറയുന്നതെന്ന്. അമ്മ പറഞ്ഞു പറഞ്ഞ അമ്മാവനെ കൂടി ഞങ്ങൾക്ക് എതിരാക്കും. മോഹൻ, ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ചേച്ചി പറയുന്നതിലും ന്യായമുണ്ട്. നമ്മുടെ നിലയ്ക്കും വിലക്കും ചേർന്ന ഒരു പെണ്ണിനെയാണോ നീ കൊണ്ടുവന്നിരിക്കുന്നത്? നിലയും വിലയും നിശ്ചയിക്കുന്നത് പണം നോക്കിക്കൊണ്ടാണോ എനിക്ക് തോന്നിയിട്ടില്ല. പുവർ ബോയ്, ജീവിതത്തെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ല. ചെറുപ്പത്തിന്റെ ആവേശം കൊണ്ട് പലതും തോന്നും. പക്ഷേ ജീവിതവുമായി അത് ബന്ധപ്പെടുത്താൻ ശ്രമിക്കരുത്. അത് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവുന്നില്ലല്ലോ. ചേച്ചി അപ്പുറത്തേക്ക് പോകും. നിന്റെ വീട്ടുകാരെ കുറിച്ചെങ്കിലും നീ ഓർക്കേണ്ടതായിരുന്നു. സൊസൈറ്റിയിൽ നമുക്കുള്ള സ്ഥാനം നിനക്ക് അറിഞ്ഞുകൂടി? സ്നേഹത്തിന്റെ ശക്തിക്ക് വിലകൽപ്പിക്കാത്ത സൊസൈറ്റിയെ എനിക്ക് പുച്ഛമാണ്. നാടും വീടുമില്ലാത്ത ഏതോ വ്യഭിചാരിണിയുടെ മകളെ കല്യാണം കഴിച്ച് തറവാട്ടി കയറ്റുന്നതാണോടാ മാന്യത? അമ്മാവാ, നാമെല്ലാം സമൂഹത്തിന്റെ ഭാഗമാണ്. ആ വിചാരം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കും. ദേശത്ത് നിന്ന് കൊണ്ടുവന്ന വിവരം അമ്മാവൻ ഇനിയും എന്നെ അനുസരിപ്പിക്കരുത്. എനിക്ക് എന്നെയും എന്നെ സ്നേഹിക്കുന്നവരെയും കുറിച്ച് മാത്രമേ അറിയാവൂ. അതുകൊണ്ടായിരിക്കും കണ്ട അലവലാതി പെണ്ണിനെയും കൊണ്ട് വീട്ടിൽ വന്നത് അല്ലേ? ആരോ പഴപ്പിച്ച പെണ്ണിന്റെ മോളാണെന്നല്ലേ പറഞ്ഞത്? തള്ളയെ പോലെ ഇതും പഴയല്ലെന്ന് ആര് കണ്ടു?
എനിക്ക് മാപ്പ് തരാൻ വാസുവിന് മാത്രമേ കഴിയൂ. ആരോടും ഒന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഞാൻ. സിംഗപ്പൂരിൽ നിന്നും മടങ്ങി വന്നത് ഒരു പുതിയ ആളായിട്ടാണ്. ഇന്ന് ഗീത എന്റെ മകളാണെന്ന് ഞാൻ തുറന്നു പറഞ്ഞാൽ ഞാൻ ഇതുവരെ നേടിയിട്ടുള്ള എല്ലാ സൽപ്പേരും എനിക്ക് നഷ്ടമാകും. എന്റെ വീട്ടുകാരെയും അത് ബാധിക്കും. അതുകൊണ്ട് ദയവായി വാസു ഇതാരോടും പറയരുത്. നമുക്ക് രണ്ടുപേർക്ക് മാത്രമേ ഈ രഹസ്യം അറിയാവൂ. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ഏതായാലും അവൾ എത്തേണ്ടടുത്ത് തന്നെ എത്തിയല്ലോ. ചേച്ചിയോടും അളിയനോടും ഞാൻ സംസാരിക്കാം. നിങ്ങൾക്കാർക്കും അവരിൽ നിന്നും യാതൊരു ഉപദ്രവവും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. എന്തൊക്കെയായാലും അവൾ എന്റെ മോളല്ലേ വാസു. ആ സ്നേഹം എപ്പോഴും എന്റെ ഉള്ളിൽ കാണും. പറയൂ, കാലി വീണ് ഞാൻ മാപ്പി ചോദിക്കാം. എന്നോട് ക്ഷമിക്കില്ലേ? മോളെ ഗീതേ, ഒന്ന് വേഗം വാ. കളിക്കാനുള്ള ആളില്ലാതെ ഞാൻ എത്ര നേരം കാത്തിരിക്കുന്നു. എനിക്കറിയില്ല അമ്മാവ. നീ ഇരിക്കേ, ഞാൻ പഠിപ്പിച്ചു തരാം. കമോൺ. ഇങ്ങനെ ഏതായാലും വന്നതൊക്കെ വന്നു. ആ കുട്ടി ഇതൊന്നും അറിഞ്ഞതല്ലല്ലോ. എല്ലാം മറന്ന് നമ്മൾ അവളോട് സ്നേഹമായിട്ട് പെരുമാറും. അതിന് നീ ഈ ചേച്ചിയെ നോക്കണ്ട. എനിക്ക് എന്റെ മോനെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനൊന്നും കണ്ടില്ലെന്ന പാവത്തിലങ്ങ് നടക്കുക. അവന്റെ ഇഷ്ടത്തിന് ഏതായാലും നമ്മൾ വഴങ്ങിക്കൊടുത്തൽ ഇനി ആർക്കും മനപ്രയാസം കൂടാതെ കഴിയുന്നതല്ലേ നല്ലത്. ആ അതിരിക്കട്ടെ, നീ എന്തിനാ ഇപ്പൊ ഇത്ര ധൃതി വെച്ച് പോകുന്നത്? നിനക്ക് ഇവിടെ അങ്ങ് താമസിച്ചുകൂടെടാ? എനിക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാമല്ലോ ചേച്ചി. നമ്മുടെ ആ പഴയ വീടൊന്ന് പുതുക്കി പണിയണമെന്നുണ്ട്. സാധിച്ചാൽ ഞാൻ നാളെ അടുത്താൾ വരാം. ശരി. വിഷമിനി മാറിയില്ലേ? അമ്മയും അച്ഛനും ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ല. മിണ്ടണ്ട എന്ന് പറഞ്ഞാ മതിയോ? മിണ്ടണം എന്ന് പറഞ്ഞാ മതിയോ? ഞാൻ തർക്കിക്കാനില്ല. ഞാനും വേണമെങ്കിൽ നടപ്പുള്ളൊരു കാര്യം പറയാം. എന്റെ ബാങ്കിനടുത്ത് നമുക്കൊരു ചെറിയ വീട് വാടകയ്ക്കെടുക്കാം. അമ്മാവനും കൂട്ടി അങ്ങോട്ട് താമസം മാറ്റാം. വേണ്ട, താമസം ഇവിടെ തന്നെ മതി. എന്നാ മതി. ശ്രീമതിയുടെ അഭിപ്രായത്തിന് ഞാൻ എന്തിനാ എതിരെ നിൽക്കുന്നത്? സാർ ഏതായാലും ആലിച്ചു വിഷമിക്കണ്ട, കിടന്നുറങ്ങാൻ നോക്ക്. നാളെ രാവിലെ എനിക്ക് തിരുവനന്തപുരത്ത് പോകണം. നേരത്തെ എഴുന്നേൽക്കണേ. വാസന്തി, 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 എന്താ? നീ ആ മേശന്ന് പണം എടുത്തു. പണമോ? എനിക്കെന്തിനാ പണം? എന്തിനാണെന്നല്ല, എടുത്തോന്നാ ചോദിച്ചത്. എന്താ എന്നൊരു പുതിയ ചോദ്യം? എത്ര കാലമായി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഞാൻ നിങ്ങളോട് ചോദിക്കാതെ പണം എടുത്തിട്ടുണ്ടോ? എസ്റ്റേറ്റിൽ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള പണമാണ്. രാവിലെ കൊണ്ടൊന്ന് വെച്ചതേ ഉള്ളൂ, ഇപ്പൊ കാണാനില്ല. പുറത്തൊന്നും ആരും വന്ന് എടുക്കാൻ വഴിയില്ല. അതല്ലേ നിന്നോട് ചോദിച്ചത്. ഇവിടെ ഞാൻ മാത്രമേ താമസിക്കുന്നുള്ളൂ. കണ്ട അലവരാദികളെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചാൽ ഇങ്ങനെ ഇരിക്കും. പണം ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചു മേടിച്ചൂടെ? എന്തിനാ കക്കുന്നത്? അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയാൽ അത് കിടക്കുവോ? പെട്ടെന്ന് പണക്കാരാകാനായിരിക്കും. എങ്കിലല്ലേ ഒപ്പത്തിനൊപ്പം നിൽക്കാനൊക്കൂ. ഓ അല്ല. കള്ള പരീക്ഷകൾ വലിഞ്ഞേറി വരും ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട്. ഇപ്പൊ കളർ തുടങ്ങി. ഈ നിലക്ക് പോയാൽ കൊല്ലാനും മടിക്കില്ലല്ലോ. അയ്യോ, അയ്യോ, അമ്മാവാ, അച്ഛനെ തൊട്ടുപോരുത്. അമ്മാവൻ ഇവിടെ വന്ന നിമിഷം മുതൽ ഈ വീട്ടിലെ സ്വൈരം നശിച്ചു. ദയവ് ചെയ്ത് പോവൂ. ഞാനെങ്കിലും ഇവിടെ സ്വസ്ഥമായി കഴിഞ്ഞോട്ടെ. പോവൂ.
എന്നാലും അവൻ നിങ്ങളെ പിടിച്ച് തള്ളിയല്ലോ. കാര്യം അവൻ എന്നെ പിടിച്ചൊരു തള്ളുതല്ലേ. എന്നാലെന്താ, കാര്യം നടന്നില്ലേ? പിന്നെ പണം ഞാനെടുത്ത് വെച്ചിരിക്ക. ആ നേരോ? പിന്നെ എന്റെ ഈശ്വരാ, നീ അമ്മാവനിവിടെ വന്ന നിമിഷം മുതൽ ഈ വീട്ടിലെ സ്വൈരം നശിച്ചു. ദയവേത് പോവൂ, ഞാനെങ്കിലും ഇവിടെ സ്വസ്ഥമായി കഴിഞ്ഞോട്ടെ. ദയവേത് പോവൂ, ഞാനെങ്കിലും ഇവിടെ സ്വസ്ഥമായി കഴിഞ്ഞോട്ടെ. പോവൂ. മതി, ഇനി എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങളെ കുറ്റം പറയാനുള്ള അവകാശം എനിക്കില്ല. പക്ഷെ അല്പം കൂടി മനുഷ്യത്വം നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു. ഞങ്ങളാരും പറഞ്ഞിട്ടല്ലല്ലോ പോയത്. വല്ല കഞ്ഞിയോ വെള്ളമോ കുടിച്ച് അയാൾ ഇവിടെ കഴിയുന്നത് കൊണ്ട് ഞങ്ങൾക്കെന്താ? പിന്നെ ആര് പറഞ്ഞിട്ട് വാസു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? അയ്യോ, ദേണ്ട നിൽക്കുന്നു, ചോദിച്ചു നോക്ക്. കല്യാണം കഴിഞ്ഞിട്ടും അമ്മാവനെ കാണാൻ ഉറക്കം വരാതെ കിടന്ന പെണ്ണ ഒരു കരയ്ക്ക് അടുത്തൂന്ന് തോന്നിയപ്പോ അയാളെ വെളിയിൽ പോവാൻ പറഞ്ഞു. നിന്റെ ഭാര്യയെ തല്ലാൻ എനിക്കെന്ത് അധികാരമെന്നായിരിക്കും? പറയാം, ഇവളെ ശിക്ഷിക്കാൻ നിന്നെക്കാൾ കൂടുതൽ അധികാരം ഒരുപക്ഷെ എനിക്കായിരിക്കും. ഇപ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. വിലയില്ലാത്ത അന്തസ്സിന് വേണ്ടി എന്റെ ആത്മാവിനെ തന്നെ ഞാൻ വഞ്ചിക്കുകയായിരുന്നു. ഇനി അത് വയ്യ. അമ്മാവൻ എന്തീ പറയുന്നത്? മനസ്സിലാക്കാൻ വിഷമം കാണും, പക്ഷെ സത്യമാണ്. ഇവൾ, ഈ ഗീത, നിന്റെ ഭാര്യ എന്റെ മകളാണ്. ലോകത്തിൽ എനിക്കാകെ കൂടിയുള്ള ഒരേ ഒരു മകൾ, എന്റെ ജീവന്റെ ഭാഗം. ജീവിതത്തിന് വിലകൽപ്പിക്കാതെ നടന്ന കാലത്ത് ഞാൻ ചെയ്തു പോയൊരു തെറ്റിന്റെ മാപ്പുസാക്ഷിയാണിവൾ. നമ്മുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന ലീലയെ ചേച്ചി ഓർക്കുന്നുണ്ടോ? അതെ, ലീല. അവളാണ് ഗീതയുടെ അമ്മ. നിങ്ങൾ ഇവിടെ നിന്ന് നാട്ടിയിറക്കി ആ വാസുവാണ് എന്റെ മോളെ നമുക്ക് തന്നത്. ഇനി ഒട്ടും താമസിക്കണ്ട, നിങ്ങൾ പോയി വാസുവിനെ കൂട്ടിക്കൊണ്ടുവാ. വരൂ അമ്മാവ. ഞാനും വരാം മോനെ. വേണ്ട, നിങ്ങൾ ഇവിടെ നിൽക്കും, ഞങ്ങൾ പോയി വാസുവിനെ കൂട്ടിക്കൊണ്ടുവരാം. അമ്മാവാ, അമ്മാവാ, അമ്മാവാ. ചിലപ്പോ ആ പാറ പൊട്ടിക്കടുത്ത് കണ്ടേക്കും. നമുക്ക് അവിടെ പോയി നോക്കാം. വരൂ. അമ്മാവാ, 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 അമ്മാവൻ ഞങ്ങളോട് ക്ഷമിക്കണം. വാസു, മറച്ചു വെക്കണമെന്ന് കരുതിയതെല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. എന്റെ വില കുറഞ്ഞ പ്രതാപത്തിന് വേണ്ടി ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യം ഇവളുടെ അമ്മയോട്, പിന്നെ നിങ്ങളോട്. ജീവിതത്തെക്കുറിച്ചെല്ലാം പഠിച്ചെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു. പക്ഷേ വാസുവിന് മുമ്പിൽ ഞാൻ ഒന്നുമല്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്റെ മോളെ നീ എനിക്ക് തന്നെ തന്നല്ലോ. വരൂ, ഇനിയുള്ള കാലമെങ്കിലും നമുക്ക് ഒരുമിച്ച് കഴിയാം. അമ്മാവ, അച്ഛനും അമ്മയും അമ്മാവനെ കാണാൻ കാത്തിരിക്കുകയാണ്. ഈ കാലുകളിൽ വേണം മാപ്പ് ചോദിക്കാൻ. എന്നെ വളർത്താൻ വേണ്ടി അമ്മാവും മറ്റെല്ലാം ഉപേക്ഷിച്ചില്ലേ? ഇനി ഞാൻ വിടില്ല. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം.